പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വേദയോട് ഒപ്പിടരുതെന്ന് പറഞ്ഞതിന് വിക്രമിനെ ശ്രീകാന്ത് വീണ്ടും തല്ലുകയാണ്. വിക്രമിനെ ശ്രീകാന്ത് വല്ലാതെ ഉപദ്രവിച്ചു. അനിയൻകുട്ടനും വേദയും അത് കണ്ട് കരയുകയാണ്. വേദ വിക്രമിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇതേ സമയം സേതു ചെയ്യാനുള്ള വർക്കൊക്കെ കഴിഞ്ഞ് വിക്രമിന്റെയും വേദയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണീർമലയിലെത്തി വിക്രമിനെയും വേദയും കാണാതെ അവിടെയെല്ലാം നോക്കുകയാണ് സേതു. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് മരത്തിൽ കെട്ടിയിട്ട് വിക്രമിനെയും വേദയെയും എല്ലാം ഉപദ്രവിക്കുന്നത് സേതു കാണുന്നത്. സേതു വേഗം വണ്ടിയെടുത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രീകാന്തും ജോബിയും ചേർന്ന് വിക്രമിനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് വേദ അലറി. അനിയൻകുട്ടനും തളർന്നു നിൽക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും വേദ ഒപ്പിടാൻ തയ്യാറാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് വിക്രമിനെ തല്ലുന്നത് നിർത്തി. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ചന്ദ്രശേഖരൻ വടി വാങ്ങി അനിയൻകുട്ടനെ അടിക്കാനൊരുങ്ങുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് വേദയെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നു. വിക്രം വേദയോട് ഒപ്പിടരുതെന്ന് പറഞ്ഞതും ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ തല്ലാൻ തുടങ്ങി. അനിയൻകുട്ടനെ വിടാൻ പറഞ്ഞ് വിക്രം വേദയും അലറുകയാണ്. അങ്ങനെ അവസാനം വേദ ഒപ്പിടാമെന്ന് സമ്മതിക്കുന്നു. ഗുണ്ടകളെല്ലാവരും ചേർന്ന് വേദയുടെ കെട്ടഴിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും സേതു അവിടെ എത്തുകയാണ്. വേദയെ ബലമായി പിടിച്ച് കാറിൽ കയറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും സേതു അവിടെ എത്തുന്നു. കയ്യിലിരുന്ന കമ്പിവടി സേതു അയാളുടെ ദേഹത്തേക്ക് എറിയുകയാണ്. വേദന കൊണ്ട് അയാൾ വീഴുമ്പോഴേക്കും വേദ അവിടെ നിന്ന് ഓടി. സേതു ഗുണ്ടകളെയെല്ലാം നല്ല ഇടിയിടിക്കുകയാണ്. വേദയെ ശ്രീകാന്തും ഗുണ്ടകളും ചേർന്ന് ബലമായി പിടിക്കുന്നത് കണ്ട് സേതു അവരെ ചവിട്ടിത്തെറിപ്പിച്ച് വേദയെ രക്ഷപ്പെടുത്തുന്നു. വേദ ഓടിപ്പോയി വിക്രമിന്റെയും അനിയൻകുട്ടനെയും കെട്ടടിച്ചു വിടുകയാണ്. പിന്നെ വിക്രവും ഗുണ്ടകളെ തല്ലുന്നു. അനിയൻകുട്ടനെയും കൂട്ടി വേദ അങ്ങോട്ട് ചെല്ലുകയാണ്. ഫൈറ്റ് കണ്ട് അനിയൻകുട്ടനും വേദയും പേടിച്ചു നിൽക്കുന്നു. വിക്രം ചന്ദ്രശേഖരനെ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ തീർക്കാം. പക്ഷേ എല്ലാ കുറ്റവും തെളിഞ്ഞ് എല്ലാം ആളുകൾ അറിഞ്ഞ് നീയും നിന്റെ മരുമകനും ശിക്ഷ അനുഭവിക്കണം, വിക്രം ചന്ദ്രശേഖരനോട് പറഞ്ഞു. എന്നിട്ട് അനിയൻകുട്ടനോട് പോലീസിനെ വിളിക്കാൻ വിക്രം ആവശ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ വിക്രമിനെ ഇടങ്കാലുകൊണ്ട് തട്ടി വീഴ്ത്തി. വിക്രം മലമുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ട് അനിയൻകുട്ടനും വേദയും പേടിച്ചലറി. സേതു ഗുണ്ടകളെയെല്ലാം നല്ല ഇടിയിടിക്കുകയാണ്. താഴെ വീണ് കിടക്കുന്ന തോക്കെടുക്കാൻ ചന്ദ്രശേഖരൻ പോകുന്നത് കണ്ട് തോക്കിനരികിലേക്ക് അനിയൻകുട്ടൻ ഓടുകയാണ്. അനിയൻകുട്ടൻ എത്തുന്നതിനു മുൻപ് ചന്ദ്രശേഖരൻ തോക്കെടുത്ത് അനിയൻകുട്ടനെ വെടിവെച്ചു. ഇത് കണ്ട് വേദ ഉറക്കെ നിലവിളിച്ചു. വിക്രവും സേതുവും അത് കണ്ട് നോക്കുകയാണ്. മറിഞ്ഞിരുന്ന് ജോബിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. വെടിയേറ്റ് അനിയൻകുട്ടൻ താഴെ വീഴുകയാണ്. ഇതെല്ലാം കണ്ട് സേതു ശ്രീകാന്തിന്റെ കൈ ചവിട്ടിയൊടിക്കാൻ ശ്രമിക്കുന്നു. വേദ അപ്പോഴേക്കും തലചുറ്റി വീണു. വിക്രം ഒരുവിധം മലമുകളിലേക്ക് പിടിച്ചു കയറി വന്നു. ചന്ദ്രശേഖരൻ വിക്രമിനെ വെടിവയ്ക്കാൻ ഒരുങ്ങിയതും സേതു വടിയെടുത്ത് ചന്ദ്രശേഖരനെ എറിയുകയാണ്. ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് തോക്ക് താഴേക്ക് വീഴുന്നു. ചന്ദ്രശേഖരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒപ്പം ശ്രീകാന്തും. സേതുവും വിക്രവും അനിയൻകുട്ടന്റെ അടുത്തേക്ക് ചെന്ന് അനിയൻകുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തും ചന്ദ്രശേഖരനും കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. സേതു അനിയൻകുട്ടനെ എടുക്കുകയും വിക്രം വേദയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുകയാണ്. സേതുവിന്റെ കൂടെ വേദയെയും വണ്ടിയിൽ കയറ്റി അനിയൻകുട്ടനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ വിട്ടിട്ട് വിക്രം ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും അടുത്തേക്ക് പോവുകയാണ്. താഴെ കിടന്ന തോക്കുമെടുത്ത് വിക്രം ചന്ദ്രശേഖരനും ശ്രീകാന്തും പോയ വഴിയെ പോവുകയാണ്. ജോബി അത് മറഞ്ഞിരുന്ന് ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും വിളിച്ചറിയിക്കുന്നു. വിക്രം ആ കാടിനുള്ളിൽ ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും തിരയുകയാണ്. വിക്രമിനെ കണ്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രമിനെ പിറകിൽ നിന്ന് ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ശ്രീകാന്ത് വിക്രമിന്റെ പിറകെ ചെന്ന് വടികൊണ്ട് വിക്രമിന്റെ തലയ്ക്ക് അടിക്കുകയാണ്. അടികിട്ടി താഴെ വീണെങ്കിലും വിക്രം എഴുന്നേറ്റ് ശ്രീകാന്തിനെ തല്ലുകയാണ്. അത് കണ്ട് ചന്ദ്രശേഖരൻ വിക്രമിനെ തല്ലാനൊരുങ്ങിയതും ശ്രീകാന്തും വിക്രമിന്റെ ദേഹത്തേക്ക് വീണ് കിടന്ന് അടിക്കുകയാണ്. പിന്നീട് മൂവരും താഴേക്ക് ഉരുണ്ടുരുണ്ടു പോകുന്നു. അനിയൻകുട്ടനെ തീർത്തതുപോലെ വിക്രമിനെയും തീർക്കുമെന്ന് ചന്ദ്രശേഖരനും ശ്രീകാന്തും പറയുകയാണ്. ജോബി ഇത് കണ്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ്. വിക്രം ശ്രീകാന്തിനെയും ചന്ദ്രശേഖരെയും തള്ളി മാറ്റി ഇടിക്കുകയാണ്. വിക്രം തോക്കെടുത്തതും ശ്രീകാന്ത് അത് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി. ജോബി പോലീസുകാരെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്രം ശ്രീകാന്തിന് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നത് കണ്ട് ചന്ദ്രശേഖരൻ ഒരു കല്ലെടുത്ത് വിക്രമിന് നേരെ എറിയുന്നു. തലയിൽ ഏറ് കിട്ടിയതും വിക്രമിന്റെ കയ്യിൽ നിന്ന് തോക്കു താഴെ വീഴുന്നു. ശ്രീകാന്ത് തോക്കെടുക്കാൻ ഓടിയെങ്കിലും വിക്രം ചാടി വീണ് തോക്കെടുത്ത് ശ്രീകാന്തിന് നേരെ ചൂണ്ടുകയാണ്. അപ്പോഴേക്കും വടിയറിഞ്ഞ് ചന്ദ്രശേഖരൻ വിക്രമിന്റെ തോക്ക് താഴെയിടുന്നു. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്ന് വിക്രമിനെ തല്ലുകയാണ്. ചന്ദ്രശേഖരന്റെ കയ്യിലിരുന്ന വടി വിക്രം പിടിച്ചു വലിച്ച് വാങ്ങിയതും ചന്ദ്രശേഖരൻ താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് ശ്രീകാന്ത് അലറി. അപ്പോഴേക്കും വിക്രം ശ്രീകാന്തിന്റെ നേരെ തോക്കെടുക്കുകയാണ്. പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ ശ്രീകാന്തും. അങ്ങനെ അവർ പരസ്പരം തോക്കിനായി പിടിവലി കൂടിയതും ചന്ദ്രശേഖരൻ വെടിയേൽക്കുകയാണ്. വെടിയേറ്റ് ചന്ദ്രശേഖരൻ താഴേക്ക് വീഴുന്നു.
അത് കണ്ട് ശ്രീകാന്ത് തലയിൽ കൈവയ്ക്കുകയാണ്. ശ്രീകാന്ത് കരയുന്നു. വിക്രം ശ്രീകാന്തിന് നേരെ തോക്കു ചൂണ്ടിയതും വിക്രമിന് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് പോലീസുകാർ എത്തി. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വിക്രം പോലീസിനോട് പറയുകയാണ്. പക്ഷേ കൊല്ലാൻ ഉപയോഗിച്ച തോക്കും വാങ്ങി വിക്രമിനെയും കൊണ്ട് പോലീസുകാർ പോകുന്നു. ശ്രീകാന്ത് അത് നോക്കി നിന്ന് ചിരിക്കുകയാണ്. കണ്ണു തുറക്കുമ്പോൾ വേദ ഹോസ്പിറ്റലിലാണ്. മേരി ചേച്ചി അടുത്തുണ്ട്. വിക്രമിനെയും അനിയൻകുട്ടനെയും വേദ അന്വേഷിക്കുകയാണ്. അനിയൻകുട്ടൻ അവിടെയുണ്ട്. വിക്രം വരും എന്ന് മേരി ചേച്ചി വേദയോട് പറഞ്ഞു. അപ്പോഴേക്കും ഗീവർഗീസ് ഏട്ടൻ വന്ന് മേരി ചേച്ചിയെ വിളിക്കുകയാണ്. സേതു നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുന്നു. അനിയൻകുട്ടൻ മരിച്ച വിവരം വിക്രം വരുന്നതുവരെ വേദ തൽക്കാലം അറിയരുതെന്ന് അച്ഛൻ അവരോട് പറയുകയാണ്. അനിയൻകുട്ടൻ ആത്മാവിന് ശാന്തി കിട്ടണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റിരുന്ന വേദയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണ്. വേദ വിക്രമല്ലേ, ഹസ് എവിടെ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. വരും എന്ന് വേദ മറുപടി പറഞ്ഞു. രണ്ടുപേരോടുമായി പറയേണ്ടതാണ്, എങ്കിലും സസ്പെൻസ് വെക്കുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്, വേദ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നുവെന്ന് ഡോക്ടർ പറയുകയാണ്. വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി. വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.